ഒന്നാം കർണാട്ടിക് യുദ്ധങ്ങൾ ആരൊക്കെ തമ്മിലായിരുന്നു നടന്നത്? ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും. ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് കൊൽക്കത്തയിൽ ആരംഭിച്ച ഗവർണർ ജനറൽ ആരാണ്? വെല്ലസി പ്രഭു. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നടന്ന സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? മന്നത്ത് പത്മനാഭൻ. ഇന്ത്യ ആക്രമിച്ച ആദ്യത്തെ മംഗോളിയൻ രാജാവ് ആരാണ്? ചെങ്കിസ് ഖാൻ. തിരുവിതാംകൂറിലെ അവസാനത്തെ ദിവാൻ ആരായിരുന്നു? സർ CP രാമസ്വാമി അയ്യർ. ഇന്ത്യയിൽ പുരാവസ്തു വകുപ്പ് സ്ഥാപിച്ച വൈസ്രോയി ആരാണ്? കഴ്സൺ പ്രഭു. ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? മുഹമ്മദ് അലി ജിന്ന. ഗാന്ധിജി ഏറ്റവും കൂടുതൽ കാലം തടവിൽ കഴിഞ്ഞ ജയിൽ ഏതാണ്? പൂനെയിലെ യർവാദ ജയിൽ. നാട്ടുഭാഷ പത്ര നിയമം പാസാക്കിയ വൈസ്രോയി? ലിട്ടൺ പ്രഭു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി തുടങ്ങിയത് എവിടെയാണ്? സൂററ്റ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുമ്പോൾ ഇന്ത്യയുടെ ഭരണാധികാരി ആരായിരുന്നു? അക്ബർ. രാഷ്ട്രപതി ഭവന്റെ ശില്പി ആരാണ്? എഡ്വിൻ ലുട്യൻസ്. ഗർഭകാലത്ത് ശ്രീരാമകൃഷ്ണ പരമഹംസൻ ഗുരുവായി സ്വീകരിച്ച യോഗിനി ആരാണ്? ഭൈരവി ബ്രാഹ്മണി. ദീർഘ സംവത്സരങ്ങൾക്കു മുൻപ് നാം വിധിയുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടിരുന്നു എന്ന് തുടങ്ങുന്ന പ്രസംഗം ആരുടേതാണ്? ജവഹർലാൽ നെഹ്റു. ദണ്ഡി മാർച്ചിനിടെ സന്നദ്ധ ഭടന്മാർ ആലപിച്ച രഘുപതി രാഘവ രാജാറാം എന്ന ഗാനത്തിന് സംഗീതം നൽകിയത് ആരാണ്? വിഷ്ണു ദിഗംബർ പലൂസ്കർ. ഭാഷാ അടിസ്ഥാനത്തിൽ പ്രവിശ്യകൾ പുനഃസംവിധാനം ചെയ്യാനുള്ള കമ്മീഷൻ നിലവിൽ വന്ന വർഷം? 1953. തമിഴ്നാട്ടിൽ ആദ്യമായി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ധീര വിപ്ലവകാരി ആരാണ്? വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. 18-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് മേധാവിത്വത്തിനെതിരെ 6 തവണ യുദ്ധം ചെയ്യുകയും ഒടുവിൽ ബ്രിട്ടീഷുകാരാൽ തൂക്കിലേറ്റപ്പെടുകയും ചെയ്ത പാണ്ഡ്യ രാജാവ്? വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. ലാൽ പാൽ ബാൽ ഇങ്ങനെ അറിയപ്പെടുന്നത് ആരെയാണ്? ലാല ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലകൻ. ഗാന്ധിജിയുടെ പിതാവിന്റെ ഉദ്യോഗം എന്തായിരുന്നു? ദിവാൻ. മഹാത്മാഗാന്ധി വധിക്കപ്പെട്ടത് ന്യൂഡൽഹിയിലെ ഏത് മന്ദിരത്തിന് സമീപം ആണ്? ബിർള ഹൗസ്. ഗാന്ധി വധക്കേസിലെ പ്രതികളെ ഏത് വർഷമാണ് തൂക്കിലേറ്റിയത്? 1949. ഇംഗ്ലണ്ടിൽ പഠനം കഴിഞ്ഞ് മടങ്ങി എത്തുന്നതുവരെ ഗാന്ധിജി അറിയാതെ പോയ ദുഃഖവാർത്ത എന്തായിരുന്നു? തൻ്റെ അമ്മയുടെ വിയോഗം. 1925 സബർമതി ആശ്രമത്തിൽ എത്തിയ മഹാത്മാഗാന്ധിയുടെ അനുയായിയായ ഇംഗ്ലീഷുകാരി? മീരാബെൻ. സർ സയ്യിദ് അഹമ്മദ് ഖാൻ ജനിച്ചത് എവിടെയാണ്? ഡൽഹിയിൽ. 1817. സർ സയ്യിദ് അഹമ്മദ് ഖാൻ ജനിച്ചത് എവിടെയാണ്? ഡൽഹിയിൽ. 1817. ലോകമഹായുദ്ധത്തിൽ ജപ്പാന്റെ പരാജയശേഷം ആരുടെ സഹായം സ്വീകരിക്കാനാണ് നേതാജി തീരുമാനിച്ചത്? റഷ്യ. വാർ ക്യാബിനറ്റ് സമർപ്പിക്കപ്പെട്ട വർഷം? 1942 ഫെബ്രുവരി 2. ഖാൻ അബ്ദുൾ ഗാഫർ ഖാന്റെ അനുയായികളെ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? റെഡ് ഷർട്ട് വോളണ്ടിയർമാർ. ഡച്ച് സേനാ നായകനായ ഡിലനോയി അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം എവിടെയാണ്? തമിഴ്നാട്ടിലെ ഉദയഗിരി കോട്ട. നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിക്കുവാൻ ഖിലാഫത്ത് കമ്മിറ്റി തീരുമാനിച്ച ദിനം എന്നായിരുന്നു? 1920 ഓഗസ്റ്റ് 1. ചിക്കാഗോയിലെ ഏത് ഹാളിൽ വെച്ചാണ് ലോകമത സമ്മേളനം സംഘടിപ്പിക്കപ്പെട്ടത്? ആർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കൊളംബസ് ഹാൾ. അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? ജാൻ മുഹമ്മദ് ചോട്ടാനി. 1775 പൂനെയിലുണ്ടായ പേർഷ്യ തർക്കത്തെ തുടർന്ന് ഉണ്ടായ യുദ്ധം ഏതായിരുന്നു? ഒന്നാം മറാത്ത യുദ്ധം.
പോർച്ചുഗീസ് രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമൻ രാജാവിന് സ്ത്രീധനമായി നൽകിയ ഇന്ത്യൻ പ്രദേശം ഏതാണ്? ബോംബെ ദ്വീപ്. 19-ാം നൂറ്റാണ്ടിൽ അമൃത്സറിൽ സ്ഥാപിക്കപ്പെട്ട കോളേജിന്റെ പേര് എന്താണ്? ഖൽസ കോളേജ്. ഗവർണർ ജനറൽ കൗൺസിൽ വിപുലീകരിക്കുവാൻ വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കിയ നിയമം ഏത് പേരിൽ അറിയപ്പെടുന്നു? 1861 ഇന്ത്യൻ കൗൺസിൽ നിയമം. ശൈശവ വിവാഹം, ബഹുഭാര്യത്വം, ശിശുഹത്യ എന്നിവ തടയുകയും വിധവാ വിവാഹം, മിശ്ര വിവാഹം എന്നിവയ്ക്ക് അനുമതി നൽകുകയും ചെയ്യുന്ന നിയമം ഏതാണ്? ബ്രഹ്മോ വിവാഹ നിയമം. ബ്രഹ്മോ വിവാഹ നിയമം നിലവിൽ വന്നത് എന്നാണ്? 1872. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭടന്മാരുടെ വിചാരണ നടന്നത് എവിടെ വെച്ചാണ്? ഡൽഹിയിലെ ചെങ്കോട്ടയിൽ വെച്ച്. ഇംഗ്ലീഷുകാരനായ ക്യാപ്റ്റൻ കീലിംഗുമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച കേരളത്തിലെ രാജാവ് ആരാണ്? സാമൂതിരി. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ പ്രശസ്തമായ മുദ്രാവാക്യം എന്തായിരുന്നു? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. 1883 ജോധ്പൂർ രാജാവ് ഭക്ഷണത്തിൽ വിഷം ചേർത്ത് വധിച്ചത് ഏത് സാമൂഹിക പരിഷ്കർത്താവിനെയായിരുന്നു? സ്വാമി ദയാനന്ദ സരസ്വതി. സ്വരാജ്യ സ്വഭാഷ സ്വധർമ്മ ഈ ആഹ്വാനം ആരുടേതാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. അഹിന്ദുക്കളെ ഹിന്ദു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ വേണ്ടി സ്വാമി ദയാനന്ദ സരസ്വതി ആരംഭിച്ച പ്രസ്ഥാനം ശുദ്ധി പ്രസ്ഥാനം. ബ്രിട്ടീഷുകാർക്കെതിരെ ചിറ്റഗോങ്ങിൽ സായുധ വിപ്ലവം സംഘടിപ്പിച്ച നേതാവ് ആരാണ്? സൂര്യ സെൻ. മുംബൈ നാവിക കലാപം നടന്ന വർഷം 1946. ഹരിജനങ്ങൾക്ക് ക്ഷേത്രപ്രവേശനം അനുവദിച്ചതിനെ തുടർന്ന് തമിഴ്നാട്ടിലെ ഒരു ക്ഷേത്രത്തിൽ ഗാന്ധിജി ദർശനം നടത്തുകയുണ്ടായി. ഏതാണ് ആ ക്ഷേത്രം? മധുര മീനാക്ഷി ക്ഷേത്രം. കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതായിരുന്നു? ലാഹോർ സമ്മേളനം. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ച വർഷം എന്നായിരുന്നു? 1942. കാശ്മീരിലെ ഉരുക്ക് വനിത എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ഉൽപാല രാജ്ഞി. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹോസ്റ്റിംഗ്. സെർവന്റ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഒടുവിലായി ഇന്ത്യ വിട്ടുപോയ വിദേശീയർ ആരാണ്? പോർച്ചുഗീസുകാർ. സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ നടന്ന സർവമത സമ്മേളനത്തിൽ പങ്കെടുത്തത് ഏത് വർഷമാണ്? 1883. ഉപ്പ് സത്യാഗ്രഹത്തിലെ പ്രഥമ സത്യാഗ്രഹി ആരായിരുന്നു? വിനോബ ഭാവെ. രവീന്ദ്രനാഥ ടാഗോറിന്റെ ഏത് പുസ്തകത്തിനാണ് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുന്നത്? ഗീതാഞ്ജലി. സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ച വർഷം 1928. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യനായിരുന്ന പ്രശസ്ത വ്യക്തി ആരാണ്? സ്വാമി വിവേകാനന്ദൻ. നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ച് ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചതിൽ മുഖ്യ പങ്ക് വഹിച്ച നേതാവ് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന പൗര അവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? 6. ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത് എന്നാണ്? 1948 ജനുവരി 30. ലോക് നായക് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ജയപ്രകാശ് നാരായണൻ. ജഗ്ജീവൻ റാമിന്റെ സമാധി സ്ഥലം എവിടെയാണ്? സമതാസ്ഥാൻ. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? ബാലഗംഗാധര തിലകൻ. ഗാന്ധിയൻ സാമ്പത്തിക ദർശനം അനുസരിച്ച് സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? ഗ്രാമങ്ങൾ. ഏത് ഗ്രന്ഥത്തെക്കുറിച്ചാണ് അത് എൻ്റെ അമ്മയാണ് എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചത്? ഭഗവത്ഗീത.
ശിപ്പായി ലഹള തുടങ്ങി വെച്ചത് ആരായിരുന്നു? മംഗൽ പാണ്ഡെ. കൃഷ്ണകാന്തിന്റെ സമാധി സ്ഥലം എവിടെയാണ്? നിഗം ബോധ് ഘട്ട്. ഗാന്ധിജിയെക്കുറിച്ചുള്ള ഗാന്ധി എന്ന സിനിമയിൽ പുറത്തിറക്കിയ സിനിമയിൽ ഗാന്ധിയായി വേഷമണിഞ്ഞ നടൻ ആരാണ്? ബെൻ കിങ്സ്ലി. ഗാന്ധിജിയുടെ ആഹ്വാനമനുസരിച്ച് കേരളത്തിൽ നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിച്ചത് ആരായിരുന്നു? കെ കേളപ്പൻ. 3 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആവുകയും പിന്നീട് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ആദ്യത്തെ ഇന്ത്യൻ അംഗവുമായ മഹാൻ ദാദാഭായ് നവറോജി. ഡിസ്കവറി ഓഫ് ഇന്ത്യ ആരുടെ ഗ്രന്ഥമാണ്? ജവഹർലാൽ നെഹ്റു. മറാത്തി ഭാഷയിൽ കേസരി എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ആരായിരുന്നു? ബാലഗംഗാധര തിലകൻ. എവിടെ വെച്ചാണ് മുസ്ലിം ലീഗ് രൂപവൽകൃതമായത്? ധാക്ക. രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന കാലത്ത് ജർമ്മനി, ജപ്പാൻ എന്നിവിടങ്ങളിൽ പോവുകയും ജപ്പാനിൽ വെച്ച് വിമാന അപകടത്തിൽ മരിക്കുകയും ചെയ്തു. ആരാണ് ഇദ്ദേഹം? സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിയെ ഏറെ സ്വാധീനിച്ച ഗ്രന്ഥമായ അൺടു ദി ലാസ്റ്റിന്റെ കർത്താവ് ആരാണ്? ജോൺ റസ്കിൻ. ഒന്നുകിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നിർവഹിച്ച് ഞാൻ മടങ്ങും, അല്ലെങ്കിൽ എന്റെ മൃതശരീരം അറബിക്കടലിൽ ഒഴുകുന്നത് കാണാം. ഗാന്ധിജി ഇത് പറഞ്ഞത് എപ്പോഴാണ്? ദണ്ഡി യാത്ര തുടങ്ങും മുൻപ്. മിന്റോ മോർലി ഭരണപരിഷ്കാരത്തിന്റെ അടിസ്ഥാന നയം എന്തായിരുന്നു? ഭിന്നിപ്പിച്ച് ഭരിക്കുക. ഏത് യുദ്ധത്തിന്റെ ഫലമായിട്ടാണ് മലബാർ മുഴുവനും ബ്രിട്ടീഷ് അധീനതയിൽ ആയത്? മൂന്നാം മൈസൂർ യുദ്ധം. സൈനിക സഹായ വ്യവസ്ഥയിൽ ആദ്യമായി ഒപ്പുവെച്ച ഭരണാധികാരി ആരാണ്? ഹൈദരാബാദ് നൈസാം. 1857 ഒളിപ്പോർ സമ്പ്രദായത്തിലൂടെ ബ്രിട്ടീഷ് സൈന്യത്തെ നേരിട്ട നേതാവ് ആരാണ്? താന്തിയ തോപ്പി. ആനി ബസന്റ് സ്ഥാപിച്ച സംഘടന ഏതാണ്? ബ്രഹ്മവിദ്യാ സംഘം. 1929 ലാഹോറിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. 1932 സിവിൽ ആജ്ഞ ലംഘന പ്രക്ഷോഭം പിൻവലിക്കപ്പെട്ടത് ഏത് സന്ധി അനുസരിച്ചാണ്? ഗാന്ധി ഇർവിൻ സന്ധി. ഇന്ത്യ ഭരണം ബ്രിട്ടീഷ് ഗവൺമെന്റ് നേരിട്ട് ഏറ്റെടുത്തത് വിക്ടോറിയയുടെ വിളംബരം മൂലമായിരുന്നു. ഏത് വർഷമായിരുന്നു ആ വിളംബരം നടന്നത്? 1858. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ ഒരു പ്രധാന സംഭവ വികാസമായിരുന്നു അത്. ഏതാണ് ആ സംഭവം? മാപ്പിള ലഹള. ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ ഗാന്ധിജി രൂപീകരിച്ച സംഘടന ഏതായിരുന്നു? നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്. ഗാന്ധിജിയുടെ ജന്മസ്ഥലം എവിടെയാണ്? ഗുജറാത്തിലെ കത്തിയവാറിലെ പോർബന്ദർ എന്ന സ്ഥലത്ത്. ശിപ്പായി ലഹളയെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് ആദ്യമായി വിശേഷിപ്പിച്ചത് ആരായിരുന്നു? മഹാത്മാഗാന്ധിജി. ഇന്ത്യൻ ഫിലോസഫി എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അഭിനവ് ഭാരത് എന്ന വിപ്ലവ സംഘടന സ്ഥാപിച്ചത് ആരാണ്? വീർ സവർക്കർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദിയായിരുന്ന സൈനിക മേധാവി ജനറൽ ഡയറിനെ വർഷങ്ങൾക്ക് ശേഷം വധിച്ചത് ആരായിരുന്നു? ഉദ്ധം സിംഗ്. ലണ്ടനിൽ വെച്ച് ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് 3 സമ്മേളനങ്ങൾ നടന്നു. ഏത് പേരിലാണ് ഇത് അറിയപ്പെടുന്നത്? വട്ടമേശ സമ്മേളനങ്ങൾ. ഇന്ത്യയിലെ വിപ്ലവകാരികളുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥം? ബന്ദി ജീവൻ. 1872 ഫെബ്രുവരി 8 ആൻഡമാനിൽ വെച്ച് വൈസ്രോയി മയോയെ വധിച്ചത് ആരാണ്? ഷേർ അലി. ഏത് ജയിലിൽ വെച്ചാണ് ഗാന്ധിജി ആത്മകഥ എഴുതി തുടങ്ങിയത്? യർവാദ ജയിലിൽ. ഗാന്ധിജിക്ക് സിവിൽ നിയമലംഘനം എന്ന ആശയം ആരിൽ നിന്നാണ് ലഭിച്ചത്? ഹെൻറി ഡേവിഡ് തോറോ. ദക്ഷിണ ആഫ്രിക്കയിൽ വെച്ച് ജനറൽ സ്മാർട്സുമായി ഗാന്ധിജി ഉടമ്പടിയിൽ ഏർപ്പെട്ടതിൽ പ്രതിഷേധിച്ച് അദ്ദേഹത്തെ ആക്രമിച്ച ഇന്ത്യൻ തീവ്രവാദി ആരാണ്?
മിർ അലം ഖാൻ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ കപ്പൽ സൂററ്റിൽ എത്തിയത് എന്നാണ്? 1608 ഓഗസ്റ്റ് 24.